കർത്താവായ യേശുക്രിസ്തുവിന്റെ സമാധാനം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, വീണ്ടും ഈ പ്രദേശത്ത് കടന്നു വരുവാൻ പിതാവായ ദൈവം ഞങ്ങളെ ഉത്ബോധിപ്പിക്കുന്നത് ഈ ദേശ നിവാസികളെ ദൈവം സ്നേഹിക്കുന്നത് കൊണ്ടാണ്. ഇവിടുത്തെ വിഷയം എന്താണ്? കർത്താവായ യേശുക്രിസ്തു വന്നു ഭൂമിയിൽ വന്ന് പറഞ്ഞു, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിക്കും. ഈ ലോകത്തിന്റെ രൂപം ഒഴിഞ്ഞു പോകുവാനുള്ള സമയങ്ങൾ അടുത്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ദൈവം നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ട് തന്റെ ഏകജാതനായ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചിട്ട് നമ്മുടെ പാപത്തിന് പരിഹാരമായി തീർന്നുകൊണ്ട് കാൽവരി ക്രൂശിൽ യാഗമായി തീർന്ന കർത്താവായ യേശു മരിച്ചുയർത്തതിന് ശേഷം ലോകത്തോട് വിളിച്ചു പറയുകയാണ്, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിക്കും. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ബൈബിൾ വായിക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാക്കിയിട്ടുണ്ട് കർത്താവിന്റെ ഒരു വരവ് ഉടനെ ഉണ്ടെന്ന്. യേശു കർത്താവിന്റെ വരവ് ഉണ്ടെന്നുള്ള സംഭവങ്ങളെല്ലാം ഇന്ന് ലോകത്തിന് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. കാരണം എന്താണ്? ലോകത്തിൽ അനേക സംഭവങ്ങൾ നടക്കുന്നു. യേശു കർത്താവ് പറഞ്ഞു, കാണാത്തത് കാണും, കേൾക്കാത്തത് കേൾക്കും, രാജ്യം രാജ്യത്തോട് നിൽക്കും, ജാതി ജാതിയോട് നിൽക്കും. ഭൂകമ്പങ്ങളും മഹാമാരികളും ഉരുൾപൊട്ടലും എല്ലാം ഇന്നും നമ്മൾ കഴിഞ്ഞ കാലത്തൊന്നും കാണാത്ത രീതിയിലുള്ള സംഭവങ്ങളാണ് ഇന്ന് ലോകത്തിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. 2000 വർഷങ്ങളായി കാലാവസ്ഥ വ്യതിയാനങ്ങളാണ്. ആർക്കും പറഞ്ഞു ഒപ്പിക്കുവാൻ പറ്റാത്ത രീതിയിലുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങൾ. ശാസ്ത്രജ്ഞന്മാരെല്ലാം മുട്ടുകുത്തുകയാണ്. കാര്യങ്ങൾ ആരുടെയും പിടിയിൽ കിട്ടാത്ത ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. തലമുറകൾ നശിച്ചുകൊണ്ടിരിക്കുന്നു. മദ്യപാനാസക്തിയിൽ മുഴുകിക്കൊണ്ടിരിക്കുന്നു. കുടുംബങ്ങൾ തകർന്ന് അടിഞ്ഞു മാറുന്നു. എങ്ങും ഒരു സമാധാനാവസ്ഥയില്ല. താൽക്കാലികമായിട്ടുള്ള ചെറിയ സന്തോഷവും സമാധാനവും മാത്രമേ ഉള്ളൂ. അതിനേക്കാൾ ഉപരി നിരാശകളും പ്രയാസങ്ങളുമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി, ഈ നിൽക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി, ഇവിടെ നിൽക്കുന്ന ഓരോ വ്യക്തികൾക്കും വേണ്ടി, നമ്മുടെ ഓരോരുത്തരുടെയും പാപത്തിന് പരിഹാരമായി തീർന്നിരിക്കുകയാണ്. ഇനി പാപത്തിന് വേറൊരു പരിഹാരമില്ല. ഒരു നേർച്ചകൾ കൊണ്ടോ കാഴ്ചകൾ കൊണ്ടോ ഒന്നും നമ്മുടെ പാപത്തിനൊരു പരിഹാരവും കാണുകയില്ല. കാരണം പഴയ നിയമത്തിൽ അനേക മൃഗങ്ങളെ അറുത്തുകൊണ്ടിരുന്നു. അതിനൊന്നിനും സാധിക്കാത്ത, ഒരു മനുഷ്യനെ പാപത്തിൽ നിന്ന് മോചിക്കുവാൻ സാധിക്കാത്തത് കൊണ്ട് അവസാനമായി തന്റെ ഏകജാതനായ പുത്രൻ, പിതാവായ ദൈവത്തിന്റെ, ആകാശവും ഭൂമിയും സൃഷ്ടിച്ച, സകല ചരാചരങ്ങളെ സൃഷ്ടിച്ച, സകലത്തിന്റെ ഉടയവനായ പിതാവായ ദൈവത്തിന്റെ ഏകജാതനായ പുത്രനെ ഈ ഭൂമിയിലേക്ക് തന്നു, നമ്മുടെ പാപത്തിന് പരിഹാരമായി തീരുവാൻ. അങ്ങനെ നമ്മുടെ പാപത്തിന് പരിഹാരമായി തീർന്നു. 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി കൊലക്കളത്തിൽ ഒരു ഉപേക്ഷിക്കപ്പെട്ടവനെ പോലെ തള്ളിക്കളഞ്ഞു. നമുക്ക് വേണ്ടി കഷ്ടതകളും ദുഃഖങ്ങളും സങ്കടങ്ങളും മുറിവുകളും എല്ലാം അനുഭവിച്ചു. അവസാനം ആ ക്രൂശിൽ കിടന്ന് തന്നെ ജീവനെ വിടുകയാണ് ചെയ്തത്. ആ ക്രൂശിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന ഏറെക്കുറെ മനുഷ്യർക്കറിയാം.
പിതാവേ, ഇവർ ചെയ്യുന്ന എന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് പൊറുക്കണമേ. ആ കർത്താവായ യേശു ക്രിസ്തുവാണ് നമ്മളെ രക്ഷിക്കുവാൻ, നമ്മുടെ ഓരോരുത്തരുടെയും രക്ഷയ്ക്ക് വേണ്ടി തന്റെ 12 ശിഷ്യന്മാരെ തെരഞ്ഞെടുത്തുകൊണ്ട് ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്കും പറഞ്ഞയച്ചു. അവരുടെ നാദം ഭൂലോകത്തിന്റെ അറ്റം വരെയും പരന്നു. ഇന്നും അതാണ് മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ തിരുവിഴ പടിഞ്ഞാറേക്കവലയ്ക്ക് സമീപമുള്ള എല്ലാ സഹോദരി സഹോദരന്മാരെയും, കുഞ്ഞുമക്കളെ, മാതാപിതാക്കന്മാരെ എല്ലാവരെയും സ്വർഗീയ പിതാവ് സ്നേഹിക്കുന്നത് കൊണ്ട് ഇന്നും നിങ്ങളോട് ഈ സദ്വാർത്തമാനം അറിയിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ പറഞ്ഞയച്ചിരിക്കുന്നു. കാരണം ഇന്ന് അനേകർക്ക് അറിയത്തില്ല, മരണം കൊണ്ട് ജീവിതം തീർന്നു എന്ന് വിചാരിക്കുന്ന അനേകരുണ്ട്. പ്രിയപ്പെട്ടവരെ, അവരോട് എനിക്ക് പറയാനുള്ളത്, മരണം കൊണ്ട് തീരുന്നില്ല, മരണം കൊണ്ട് ജീവിതം തുടങ്ങുകയാണ്. ഇന്ന് ഭൂമിയിൽ നമ്മൾ ജീവിച്ചിരിക്കുന്നവർക്ക് ശരീരത്തിനൊരു വേദന വന്നാൽ, അല്ലെങ്കിൽ കുഴഞ്ഞൊന്ന് താഴെ വീണാൽ സഹായിക്കുവാൻ ആളുണ്ട്. എടുത്തുകൊണ്ട് എവിടെയെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്കും. പക്ഷേ മരണശേഷം എന്ന് പറഞ്ഞാൽ ആത്മാവും ജീവനും തമ്മിൽ, ആത്മാവും ശരീരവും തമ്മിൽ വേർപിരിയുന്ന ഒരു സമയമുണ്ട്. അതാണ് മരണം. നമ്മുടെ ശരീരത്തിന് പിന്നെ ഒരു കഴിവുമില്ല, ശരീരത്തിന് ജീവനില്ല. ആ ശരീരത്തിന് ജീവനില്ലാത്തത് കൊണ്ട് 2 ദിവസം കഴിയുമ്പോൾ നാറ്റം വെക്കും. അതുകൊണ്ട് ശരീരം മറവ് ചെയ്യുന്നു. എന്നാൽ നമ്മുടെ ഉള്ളിലിരുന്നവൻ, ആ പേരുകാരൻ മരിക്കുന്നില്ല. ആ പേരുകാരൻ അവിടുന്ന് പറന്നുപോയി, അതൊരു കാറ്റുപോലെ പോയി. പക്ഷെ അതിന് വസിക്കുവാൻ 2 ഇടങ്ങളുണ്ട്. ഒന്ന് നരകവും മറ്റൊന്ന് സ്വർഗവുമാണ്. ആ സ്വർഗത്തിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നവർ, ഓരോ മനുഷ്യരുടെയും ആത്മാവിന് നിത്യശാന്തി ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, അവർ മാത്രം ഇത് കേട്ടാൽ മതി. ഒരേ ഒരു വഴിയേ ഉള്ളൂ, ഒരേ ഒരു മാർഗം, 2 മാർഗമില്ല. യേശു കർത്താവ് പറയുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. അതുകൊണ്ടാണ് ഒരേ ഒരു വഴി, 2 വഴിയില്ല. ജീവിതത്തിൽ ആർക്കെങ്കിലും മരണശേഷം നമ്മുടെ ആത്മാക്കൾക്ക് നിത്യശാന്തി ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, അവർ ആ നിത്യശാന്തി പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യേശു കർത്താവ് പറയുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. പിതാവിന്റെ രാജ്യമാണ് സ്വർഗരാജ്യം. പിതാവിന്റെ രാജ്യത്തിൽ കോടിക്കണക്കിന് ദൈവദൂതന്മാരുണ്ട്, സറാഫുകളുണ്ട്. സറാഫുകൾ എന്ന് പറയുന്നത് 6 ചിറകുകളുള്ള സറാഫുകളുണ്ട്, മൂപ്പന്മാരുണ്ട്. അവിടെ ഈ മനുഷ്യരായ നമ്മളെ, കവളൊട്ടിയവരും കണ്ണുകുണിഞ്ഞവരും ഒരു സൗന്ദര്യമില്ലാത്ത നമ്മളെ തേജസ് തന്ന്, ആ തേജസ്സോടുകൂടി പിതാവിന്റെ സന്നിധിയിൽ എത്തിക്കുവാനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നത്. അത് നാം മറന്നുപോകരുത്. വിശുദ്ധ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, മാംസരക്തങ്ങൾക്ക് സ്വർഗരാജ്യം അവകാശമാക്കുവാൻ കഴിയുകയില്ല. ഈ നമ്മുടെ ഈ മാംസരക്തങ്ങൾക്ക് സ്വർഗരാജ്യം അവകാശമാക്കുവാൻ കഴിയുകയില്ല എന്ന് 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നു. എന്നാൽ ഈ മനുഷ്യർ, ഈ മണ്ണാങ്കട്ടകളായ മനുഷ്യർക്ക് ദൈവത്തിന്റെ തേജസ് തന്ന് ഇവിടുന്ന് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതാണ് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നത്. നിത്യകാലം യുഗായുഗം പിതാവിനോടുകൂടി വസിക്കുന്ന, പിതാവിനോട് വാസം ചെയ്യുന്ന ഒരു കാലം, അതിനു വേണ്ടിയാണ് പിതാവായ ദൈവം തന്റെ ഏകജാതനായ പുത്രനെ ഈ കാൽവരി കുളത്തിലേക്ക് തള്ളിക്കളഞ്ഞത്. നമുക്ക് വേണ്ടി, ഈ മണ്ണാങ്കട്ടകളായ നമ്മളെ രക്ഷിക്കുവാൻ വേണ്ടി തന്റെ ഏകജാതനായ പുത്രൻ, വിശുദ്ധന്മാരുടെ അതിവിശുദ്ധൻ. പ്രിയപ്പെട്ടവരെ, ആ വിശുദ്ധനെ കാൽവരി കുളക്കടത്തിൽ നമുക്ക് വേണ്ടി
തള്ളിവിട്ടത് എന്തിനാണെന്നും നാം ഒന്ന് ഓർക്കുക. അതുകൊണ്ട് നമ്മുടെ നേർച്ചകൾക്കോ കാഴ്ചകൾക്കോ നമ്മുടെ നോയമ്പിനോ ഒന്നും അതുകൊണ്ട് സാധിക്കുന്നില്ല. കാരണം എന്താണ്? നമുക്ക് വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കുമ്പോൾ, അവൻ നമുക്ക് വേണ്ടി ഒരു യാഗമായി തീർന്നപ്പോൾ നമുക്ക് വേണ്ടി കഴിച്ച നേർച്ച അത് തന്നെയാണ്. മറ്റൊരു നേർച്ച ഇനി ഇല്ല. നമ്മുടെ പാപത്തിനൊരു പരിഹാരം ഒരു നേർച്ച കൊണ്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കും. നമ്മുടെ കർത്താവായ യേശു പറഞ്ഞു, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്കായി ഒരു സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ ആ സ്ഥലം ഒരുക്കിയാൽ ഉടനെ ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും, നിങ്ങളെ ചേർക്കും, ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെയും ഇരിക്കും. യേശു കർത്താവ് പറഞ്ഞതാണ്. യേശു കർത്താവ് പറയുകയാണ്, ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെയും ഇരുത്തും. പ്രിയപ്പെട്ട സഹോദരന്മാരെ, കോടാനകോടി വർഷങ്ങൾ ഈ തടാകത്തിൽ കിടന്നു വേദന അനുഭവിക്കണമോ, അതോ പിതാവിന്റെ സന്നിധിയിൽ ചെന്ന് പിതാവിനെ ആത്മാവിൽ സത്യത്തിൽ ആരാധിക്കണമോ? നമ്മൾ ഈ ഭൂമിയിൽ വെച്ച് നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ മരണം വരെ നമുക്ക് ഇവിടെ ത്യാഗപൂർണമായ ജീവിതമാണ്. ഇതൊരു പരീക്ഷാഘട്ടമാണ്. ഈ പരീക്ഷയിൽ ജയിക്കണം. ഈ ലോകത്തിന്റെ അധിപതി സാത്താന, സർവ്വലോകം ദുഷ്ടന്റെ അധീനയിൽ കിടക്കുന്നു. അതുകൊണ്ട് ഇവിടെ നീതിമാന് ബുദ്ധിമുട്ടായിരിക്കും, പ്രയാസമായിരിക്കും. പക്ഷേ പരിശുദ്ധാത്മാവ് നമുക്ക് കാവലുണ്ട്. പരിശുദ്ധാത്മാവ് നമുക്ക് കാവലുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ ലോകത്തിന്റെ രൂപം ഒഴിഞ്ഞു പോകുവാനുള്ള സമയമായി. എല്ലാ ദുഷ്പ്രവൃത്തിയും വന്നു. ഇനി പുറത്തു വരുവാനൊന്നുമില്ല. എല്ലാ കള്ളത്തരങ്ങളും എല്ലാ മോശത്തരമായ കാര്യങ്ങളും വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കാരണം അധർമ്മത്തിന്റെ മർമ്മം പെരുകുന്നത് കൊണ്ട് കൃപയും അത്യന്തം വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഇതിന്റെ നടുവിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കൃപയും അത്യന്തം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ധൈര്യത്തോട് വിളിച്ചു പറയാൻ ഒക്കുന്നത്. ദൈവത്തിന്റെ കൃപ അത്യന്തം വർദ്ധിപ്പിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഇത് ധൈര്യമായിട്ട് വിളിച്ചു പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ സാധിക്കില്ല, പറയിപ്പിക്കത്തില്ല. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിച്ച കാലം മുഴുവനും നമുക്ക് കഷ്ടതകളും ദുഃഖങ്ങളും പ്രയാസങ്ങളുമാണ്. 70-ാമത്തെ വയസ്സിലും 72-ാമത്തെ വയസ്സിലും 75-ാമത്തെ വയസ്സിലും ഇന്നും അധ്വാനിച്ച് ജീവിക്കുന്ന അനേകരെ കാണുവാൻ കഴിയുന്നുണ്ട്. അവർക്കൊരു വിശ്രമവും ഇല്ല. പ്രിയപ്പെട്ടവരെ, നാം ഒന്ന് മനസ്സിലാക്കണം. ഇനി ഒരു മാരകമായ രോഗം പിടിച്ച് പെട്ടെന്ന് ആള് അവശനായി മരിക്കുകയാണ് ചെയ്യുന്നത്. ഈ മരണശേഷം എന്തായിരിക്കും? ആത്മാവിന് ഓർമ്മയുണ്ട്, ആത്മാവിന് വിവേകമുണ്ട്, ആത്മാവ് എല്ലാം കാണുന്നു, കണ്ണുകൊണ്ട്. അപ്പോൾ നമ്മളിത് ഒരു യാതനാ സ്ഥലത്തിലേക്കാണ് പോകുന്നതെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? ഇത്രയെല്ലാം കഷ്ടങ്ങളെല്ലാം അനുഭവിച്ചിട്ട് മക്കൾക്ക് വേണ്ടി, മരുമക്കൾക്ക് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി, വീടിന് വേണ്ടി, വിദ്യാഭ്യാസത്തിന് വേണ്ടി, ആഹാരത്തിന് വേണ്ടി, ഇതിനെല്ലാത്തിനും കഷ്ടപ്പെട്ട് ത്യാഗം അനുഭവിച്ചു നമ്മളിങ്ങനെ ജീവിക്കുകയാണ്. ഒരു സ്വസ്ഥതയുമില്ല. ഈ സ്വസ്ഥതയില്ലാതെ ജീവിച്ച ഒരു വ്യക്തി ഇനി മരണശേഷം അതിനേക്കാൾ ഒരു അസ്വസ്ഥതയിലാണ് പോകുന്നെങ്കിലോ? വിശുദ്ധ ബൈബിൾ പറയുന്നു, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും എല്ലാവർക്കും നിയമിച്ചിരിക്കുന്നു. യാതനാ സ്ഥലമുണ്ട്, വിശ്രമ സ്ഥലമുണ്ട്, കെടാത്ത തീയും ചാകാത്ത പുഴുവും വസിക്കുന്ന ഇടമുണ്ട്, സ്വർഗമുണ്ട്. അപ്പോൾ ആരെങ്കിലും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ ആരെങ്കിലും ഒന്ന് ചിന്തിച്ചാൽ, ഓ ദൈവമേ, ഇതുവരെയും കഷ്ടവും ദുഃഖവും ആയിരുന്നു, ഇനി മരിച്ചാലെങ്കിലും ഇത് തീർന്നു പോകുമല്ലോ എന്ന് ആരെങ്കിലും ചിന്തിച്ചെങ്കിൽ അത് നമ്മുടെ ദോഷത്തരമാണ്. കാരണം എന്താ? മരണശേഷമാണ് ഒരു ജീവിതമുള്ളത്. അപ്പോൾ ആരെങ്കിലും ഈ ഭൂമിയിൽ ആഗ്രഹിക്കുന്നെങ്കിൽ, ഓ മരണശേഷമെങ്കിലും ഒരു വിശ്രമം കിട്ടിയാൽ കൊള്ളാമെന്ന് ആരെങ്കിലും വിചാരിച്ചാൽ, അല്ലെങ്കിൽ നമ്മുടെ ആത്മാവിനൊരു നിത്യശാന്തി ലഭിച്ചെങ്കിൽ
അങ്ങനെ ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അവരോട് മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത്. മരിച്ചാലെല്ലാം തീരുമെന്ന് പറയുന്ന ഒരു മനുഷ്യരോട് എനിക്ക് പറയാനുള്ളത്, മരണശേഷം പണി തുടങ്ങുകയാണ്. കാരണം ഞാൻ പറഞ്ഞു തരാം. ഇവിടെ നാം ആയിരിക്കുമ്പോൾ നമ്മൾക്കൊരു ശരീരവേദന വന്നാലും തലവേദന വന്നാലും പെട്ടെന്ന് നമ്മളൊന്ന് ഉരുണ്ടി വീണാലും ആരെങ്കിലും സഹായിക്കാൻ ഇവിടെ ഉണ്ട്. മക്കളോ മരുമക്കളോ അല്ലെങ്കിൽ അയൽവക്കത്തുകാരോ ആരെങ്കിലും വഴിപോക്കർ ആരെങ്കിലും നമ്മളെ സഹായിക്കുവാനുണ്ടാകും. എന്നാൽ മരണശേഷം നമ്മുടെ ആത്മാവ് അനുഭവിക്കുന്ന ദുഃഖത്തിന് അവിടെ സഹായിക്കാൻ ആരുമില്ല. അത് മനസ്സിലായിക്കൊള്ളാം. അവിടെ കരച്ചിലും പല്ലുകടിയുമാണെന്നാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത്. കരച്ചിലും പല്ലുകടിയും അവിടെ വെച്ചാണ് ഈ കാര്യങ്ങളെല്ലാം ഓർക്കുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അങ്ങനെ പോയി മരണശേഷം ഒരു യാതനാസ്ഥലത്തിൽ കിടന്ന ഒരു വ്യക്തിയുടെ കാര്യം വ്യക്തമായിട്ട് യേശു കർത്താവ് പറഞ്ഞു. ഒരു ധനവാനായ ഒരു മനുഷ്യൻ ഒരു പട്ടണത്തിലുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ആ ധനവാനായ ആ മനുഷ്യന്റെ ഗേറ്റിന്റെ അടുക്കൽ ഒരു പടിപ്പുര ഉണ്ട്. ആ പടിപ്പുരയിൽ കിടന്നിരുന്ന ഒരു ലാസർ, ആ ലാസർ കുഷ്ഠരോഗിയാണ്. അദ്ദേഹത്തിന്റെ ശരീരം മുഴുവനും വ്രണങ്ങൾ നിറഞ്ഞിരിക്കുക. അങ്ങനെ അദ്ദേഹം എന്തിനു വന്ന് അവിടെ കിടക്കുന്നു? ഈ ധനവാന്റെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കുന്ന ഒത്തിരി ഭക്ഷണം കഴിക്കുന്നവരുണ്ട് അവിടെ. അങ്ങനെ വന്ന് അവരുടെ അപ്പനുറുക്കുകൾ കിട്ടും, വെയിച്ച് കിട്ടുമെന്ന് കരുതി വന്ന് കിടക്കുന്ന ആ ലാസർ, അവന്റെ പേര് ലാസർ എന്നാണ്. പക്ഷെ ലാസർ ശരീരം മുഴുവനും വ്രണമായി, അതുകൊണ്ട് സൂര്യൻ ഉദിച്ച് മുകളിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന്റെ ശരീരം വേർക്കും. ആ വേർക്കുന്ന സമയത്ത് നീറ്റലി കൊണ്ട് വേദന അനുഭവിക്കുമ്പോൾ ആരും സഹായിക്കാൻ അദ്ദേഹത്തിനില്ല. എന്നാൽ അവിടെ ആരാ സഹായിക്കുന്നത്? നായ്ക്കൾ വന്ന് നക്കുമ്പോഴാണ് ഒരു ആശ്വാസമുണ്ടെന്നാണ് വിശുദ്ധ വേദപുസ്തകം പറയുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, മറ്റ് ധനവാനെന്ന് പറഞ്ഞ് അദ്ദേഹം ആഡംബരത്തോടുകൂടി സുഖിച്ച് ജീവിക്കുന്നു. അയാൾ പട്ടുമത്തയിൽ കിടക്കുന്നു. പക്ഷെ എന്നാൽ ആ ധനവാൻ ഒരു ദിവസം മരിച്ചു. അദ്ദേഹത്തെ ആഡംബരത്തോടു കൂടി കൊണ്ടുപോയി അടക്കം ചെയ്തു. എന്നാൽ ഈ ലാസർ അവിടെ കിടന്നു. ലാസറും ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ലാസറും മരിച്ചു. ഈ ലാസറിന്റെ ബോഡി പോലും എടുക്കാൻ ആരും വന്നില്ല. കാരണം എന്താ? വ്രണം നിറഞ്ഞു കിടക്കുന്നു. ലാസർ ഉപേക്ഷിക്കപ്പെട്ടു. അങ്ങനെ ചില ദിവസം കഴിഞ്ഞപ്പോൾ ദൈവദൂതന്മാർ വന്ന് ഈ ലാസറിന്റെ ബോഡി എടുത്തുകൊണ്ടുപോയെന്നാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത്. എന്നാൽ ആ ലാസറിന്റെ ബോഡി കൊണ്ടുപോയെങ്കിലും കൊണ്ടുപോകുന്ന പോക്കിൽ തന്നെ ഈ ലാസറിന്റെ ബോഡി ഒരു രൂപാന്തരം പ്രാപിച്ചുകൊണ്ടിരുന്നു. ആ മനുഷ്യൻ, ലാസർ എന്ന് പറഞ്ഞ മനുഷ്യൻ, നല്ല മിടുക്കനായിട്ട് അബ്രഹാമിന്റെ മടിയിലിരിക്കുന്നതായിട്ടാണ് ഈ ധനവാന്റെ ആത്മാവ് കാണുന്നത്. ഉടനെ ധനവാന് മനസ്സിലായി അബ്രഹാമിന്റെ മടിയിലിരിക്കുന്നത് ലാസറാണെന്ന് മനസ്സിലായി. അവിടെ കിടന്നുകൊണ്ട്, ആ തീജ്വാലയിൽ കിടന്നുകൊണ്ട് ധനവാൻ വിളിച്ചു പറയുന്നു, അബ്രഹാം പിതാവേ, അങ്ങയുടെ മടിയിലിരിക്കുന്ന ലാസറിന്റെ ചെറുവിരൽ വെള്ളത്തിൽ മുക്കി എന്റെ നാവിലൊന്ന് വെച്ച് തരണമേ എന്ന് പറഞ്ഞു. അപ്പോൾ അബ്രഹാം പറഞ്ഞെന്താണ്? നിനക്ക് ഇങ്ങോട്ടും ഞങ്ങൾക്ക് അങ്ങോട്ടും വരാൻ പറ്റാത്ത ഒരു തടസ്സമുണ്ട്, അതുകൊണ്ട് അത് സാധിക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ധനവാൻ പറഞ്ഞു, എന്നാൽ ലാസറിനെ അയച്ചു, ഈ അബ്രഹാമിന്റെ മടിയിലിരിക്കുന്ന ലാസറിനെ അയച്ച്, എന്റെ വീട്ടിൽ എനിക്ക് 5 സഹോദരന്മാരുണ്ട്, അവർ ഈ സ്ഥലത്തേക്ക് വരാതിരിക്കുവാൻ വേണ്ടിയിട്ട് അവരോട് ചെന്ന് പറയാൻ പറഞ്ഞു. ഉടനെ അബ്രഹാം പറഞ്ഞത്, അവരോട് പറയാൻ മോശയും ഏലിയാവും മറ്റു ദൈവദാസന്മാരൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോ ഈ ധനവാൻ പറഞ്ഞു, അവരാരും പറഞ്ഞാൽ കേൾക്കത്തില്ല, ഇവിടുന്ന് മരിച്ചുയർത്തുവന്ന ഈ വിശ്രമ സ്ഥലത്തിരിക്കുന്ന ലാസർ എന്ന് പറഞ്ഞെങ്കിലേ കേൾക്കുള്ളൂ എന്ന് പറഞ്ഞു. ഉടനെ അബ്രഹാം പറഞ്ഞെന്താണ്? മോശയും ഏലിയാവും മറ്റു പ്രവാചകന്മാര് പറയുന്നത് കേട്ടില്ലെങ്കിൽ ഇവിടുന്ന് ലാസർ എന്ന് പറഞ്ഞാലും അവർ കേൾക്കത്തില്ല എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവർ, എന്തുകൊണ്ടാണ് ആ ധനവാൻ അത് പറയാനുള്ള കാരണം? ധനവാന്റെ ആത്മാവ്
യാതന സ്ഥലത്ത് കിടന്ന് വേദന അനുഭവിക്കുന്നത് കൊണ്ടാണ് ആ ധനവാൻ അബ്രഹാമിനോട് ഈ വിഷയം വിളിച്ചു പറയുന്നത്. ഇത് കർത്താവ് യേശു ക്രിസ്തു ഭൂമിയിൽ വന്ന് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞൊരു കാര്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, തന്റെ ശിഷ്യന്മാരോട് യേശു കർത്താവ് പറഞ്ഞത്, നിങ്ങളുടെ മുമ്പിൽ 2 വഴികളുണ്ട്, നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ തിരുവിഴ ജംഗ്ഷൻ സമീപം താമസിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കളോടും ഇവിടെ ഉപജീവന മാർഗത്തിന് വേണ്ടി തൊഴിൽ ചെയ്യുന്ന എല്ലാ സഹോദരന്മാരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ആർക്കെങ്കിലും മരണശേഷം ഒരു ശാന്തി ലഭിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ മറ്റൊരു വഴിയുമില്ല. പത്രോസ് പറയുന്നു, മറ്റൊരുത്തനും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മുകളിൽ മനുഷ്യനിടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുകയാണ്. എന്റെ വാക്ക് ശ്രമിച്ചുകൊണ്ടിരുന്ന ഈ അല്പസമയം, നിങ്ങൾ എത്ര ഉത്തരവാദിത്തപ്പെട്ട തൊഴിലാണെങ്കിലും അല്പസമയം ഈ ശബ്ദപരിധിക്കുള്ളിൽ ശ്രമിച്ച എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.